impact of taxation on monopoly. Normally, a lump sum profit tax will reduce the profit after tax of the profit maximizing monopolist, but the imposition of a sales tax, whether it is based upon quantity sold or value of sales, it will reduce her profit and output level, and it will increases her price. Normally, a lump sum profit tax may not affect the price and quantity decision of the monopoly. So, let us discuss these things in details. That means normally when a lump sum profit tax is imposed upon the monopolist, he cannot avoid that lump sum profit tax. So it must be paid regardless of the physical quantity or value of her sales or the amount of her profit. So imposition of a lump sum tax will definitely it will reduce the profit of the monopolist. ഒരു മോണോപ്പൊളിസ്റ്റിൻ്റെ മേലെ ഒരു പ്രോഫിറ്റ് ടാക്സ് ഇമ്പോസ് ചെയ്യുമ്പോൾ ആ മോണോപ്പൊളിസ്റ്റിന് ഒരിക്കലും ആ ടാക്സ് ഇവേഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രോഫിറ്റ് എന്തായാലും ആ ഒരു ഇമ്പോസിഷൻ ഓഫ് ദാറ്റ് ലംപ് സം പ്രോഫിറ്റ് ടാക്സ് കൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രോഫിറ്റ് എന്തായാലും കുറയും. പക്ഷേ അദ്ദേഹത്തിന് പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി അദ്ദേഹത്തിൻ്റെ ഒരു കയ്യിലുള്ള ഒരു വെപ്പൺ ആയതുകൊണ്ട് ഹി ക്യാൻ അഡ്ജസ്റ്റ് ഹിസ് price and quantity in a similar fashion. So ultimately that imposition of that lump sum profit tax will not affect the price and quantity decision of the monopolist. That we are going to discuss here. So in first case we can discuss the imposition of taxation on monopoly. ഇതിൽ നമുക്ക് ഫസ്റ്റ് ആയിട്ട് നമുക്ക് ലംപ് സം പ്രോഫിറ്റ് ടാക്സിൻ്റെ ഇമ്പോസിഷനാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒരു പ്രോഫിറ്റ് ടാക്സ്, അതായത് ഒരു ലംപ് സം ടാക്സ് ഇമ്പോസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്. സോ ഇറ്റ് ഈസ് ഇമ്പോസ്ഡ് അപ്പോൺ ദ പ്രോഫിറ്റ് ഓഫ് ദ മോണോപ്പൊളിസ്റ്റ് ആണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ടോട്ടൽ പ്രോഫിറ്റിൽ നിന്ന് ആ ടാക്സ് നമ്മൾ എന്തായാലും കുറക്കണം. ബിക്കോസ് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു കോസ്റ്റ് അല്ലെങ്കിൽ ഒരു എക്സ്പെൻസ് ആയിരിക്കും. സോ പ്രോഫിറ്റ് ഓഫ് ദ മോണോപ്പൊളിസ്റ്റ് ആഫ്റ്റർ ഇമ്പോസിഷൻ ഓഫ് എ പ്രോഫിറ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് അദ്ദേഹത്തിന് റവന്യൂ ഉണ്ടാവും, ദെൻ അദ്ദേഹത്തിന് കോസ്റ്റ് ഉണ്ടാവും, സി എസ് എ ഫങ്ഷൻ ഓഫ് ക്യൂ മൈനസ് ടി. ടി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മേലെ ഇമ്പോസ് ചെയ്യുന്ന ഒരു കോൺസ്റ്റൻറ്റ് സം എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ടാക്സ് ആണ്. അപ്പോൾ നമുക്കിതിനെ ഡെറിവേറ്റീവ് കാണുവാണെങ്കിൽ ഡി പൈ ബൈ ഡി ക്യു, അതായത് ഈ പ്രോഫിറ്റ് ടാക്സ് ഇമ്പോസ് ചെയ്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ ദി ഫസ്റ്റ് ഓർഡർ കണ്ടീഷൻ ഈസ് ഈക്വൽ ടു 0 ആണ്. ദാറ്റ് ഈസ് സിംബോളിക്കലി വി ക്യാൻ റെപ്രസെൻറ്റ് ആസ് ആർ ക്യൂ, ആർ ഡാഷ് ക്യൂ മൈനസ് സി ഡാഷ് ക്യൂ ഈസ് ഈക്വൽ ടു 0. വാട്ട് വിൽ ഹാപ്പൺ ടു ദിസ് ടി? ഈ ടി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയതുകൊണ്ട് അത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ അത് ഈക്വൽ ടു 0 ആയിട്ട് മാറും. ദ നെക്സ്റ്റ് ഡി സ്ക്വയർ പൈ ബൈ ഡി ക്യൂ സ്ക്വയർ സെക്കൻഡ് ഓർഡർ കണ്ടീഷനാണ്. ഷുഡ് ബി ലെസ് ദാൻ 0 ആയിരിക്കണം. ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ ഡബിൾ ഡാഷ് ക്യൂ മൈനസ് സി ഡബിൾ ഡാഷ് ക്യൂ ഈസ് ലെസ് ദാൻ 0 ആയിരിക്കും. അതായത് ഈസ് ഫസ്റ്റ് ഓർഡർ കണ്ടീഷൻ എം ആർ ഈസ് ഈക്വൽ ടു എം സി തന്നെയായിരിക്കും. സെക്കൻഡ് ഓർഡർ കണ്ടീഷൻ സ്ലോപ്പ് ഓഫ് എം ആർ ലെസ് ദാൻ സ്ലോപ്പ് ഓഫ് എം സി ആയിരിക്കും. ദെൻ നമുക്കൊരു മാത്തമാറ്റിക്കൽ ഒരു പ്രോബ്ലമായിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ, സപ്പോസ് ഒരു മോണോപ്പൊളിസ്റ്റ് വിത്തൗട്ട് ഇമ്പോസിഷൻ ഓഫ് ടാക്സ് ആണ് നമ്മൾ ഫസ്റ്റ് കേസ് നമ്മൾ പറയാൻ പോകുന്നത്. സപ്പോസ് ഹിസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു സപ്പോസ് ഹിസ് റവന്യൂ, ടോട്ടൽ റവന്യൂ അല്ലെങ്കിൽ പ്രൈസ് ഈസ് ഈക്വൽ ടു 100 മൈനസ് 4Q. അദ്ദേഹത്തിൻ്റെ കോസ്റ്റ് സി ഈസ് ഈക്വൽ ടു 50 പ്ലസ് 20Q ആണ്. നോർമലി he derive a profit is equal to ഒരു ടാക്സ് ഇമ്പോസ് ചെയ്യാത്തൊരു കേസിൽ സപ്പോസ് ആ മോണോപ്പൊളിസ്റ്റ് അദ്ദേഹത്തിൻ്റെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുവാണെങ്കിൽ ഹി ഗെറ്റ് എ മാക്സിമം പ്രോഫിറ്റ് പൈ ഈസ് ഈക്വൽ ടു 350
then is price and quantity. Price is equal to 60 and quantity is equal to 10. നമ്മളൊരു പ്രീവിയസ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഡെറിവേഷനൊക്കെ. അപ്പോൾ ദിസ് ഈസ് ദ നോർമൽ കേസ് വെൻ പ്രൈസ് അതുപോലെ കോസ്റ്റ് അതുപോലെ അദ്ദേഹത്തിൻ്റെ പ്രോഫിറ്റ് ഇത്രയാണെന്നുള്ളത് നമുക്ക് ഓൾറെഡി ഇത് ചെയ്തിട്ടുണ്ട്. സപ്പോസ് ഇവിടെ അവരെ മേലെ ഒരു പ്രോഫിറ്റ് ടാക്സ് ആണ് ഇമ്പോസ് ചെയ്യുന്നത്. സപ്പോസ് ദാറ്റ് ടാക്സ് ഈസ് ഈക്വൽ ടു 100 rupees ആണെങ്കിൽ എന്താണ് അദ്ദേഹത്തിൻ്റെ ഓവറോൾ പ്രോഫിറ്റിന് സംഭവിക്കാൻ വേണ്ടി പോകുന്നത്? സോ വി ഹാവ് ടു റൈറ്റ് ദ ഇക്വേഷൻ ആസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു revenue minus cost. Here revenue is equal to price multiplied by quantity, then cost minus tax. Profit is equal to price already given, price is equal to 100 minus 4q multiplied by q, we will get 100q minus 4q square minus his cost. This is the cost function. By taking outside of the bracket it will get at 50 minus 20q, and here a tax is imposed upon for example suppose 10 rupees of profit tax is imposed upon this monopolist, then we will also deduct that 10 rupee. Then his entire profit function will now reduce to 100q minus 20q, it is equal to 80q minus 4q square minus 50 minus 10, it is equal to 60. Then first order condition, d pi by dq1 equal to 0, it is equal to 80 minus 8q equal to 0. From this equation we can solve the quantity. Quantity is equal to 80 weight divided by 8, it is equal to 10. Then find out the second order condition, d square pi by dq square, it should be less than equal to 0, and here it is minus 8. It is also proved that second order condition is also satisfied. So we can find out the price. Price is equal to 100q, 100 minus 4q, so q is equal to 10, so 100 minus 40 is equal to 60, and his overall profit is equal to 800 minus 4q square is equal to q square 10 ആണ്. അപ്പം 100 into 4 400 minus 60, so as we have to deduct 460 from 800, then answer is equal to 340. So from this result we can identify that imposition of a profit tax, it will reduce the profit 350 from an earlier condition to 340. That means എത്രയാണോ നമ്മുടെ ടാക്സ് 10 രൂപയാണ് ഇവിടുത്തെ ടാക്സ്, അപ്പോൾ 10 രൂപ ആ ഒരു അദ്ദേഹത്തിൻ്റെ പ്രോഫിറ്റിൽ നിന്ന് കുറഞ്ഞു വരുന്ന രീതിയിലാണ് ഈ പ്രോഫിറ്റ് ടാക്സിൻ്റെ ഇമ്പോസിഷൻ കൊണ്ട് സംഭവിക്കുന്നത്. ഇവിടെ അദ്ദേഹത്തിൻ്റെ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റിയിൽ, അതായത് ക്വാണ്ടിറ്റി ഈസ് ഈക്വൽ ടു 10 ആണ്, ഈവൻ ബിഫോർ ടാക്സേഷനും പ്രൈസ് ഈസ് ഈക്വൽ ടു ക്വാണ്ടിറ്റി ഈസ് ഈക്വൽ ടു 10ഉം അതുപോലെ അദ്ദേഹത്തിൻ്റെ പ്രൈസ് 60 തന്നെയാണ്. അപ്പോൾ വാട്ട് വി ക്യാൻ ഐഡൻറ്റിഫൈഡ് ഫ്രം ദി imposition of a profit tax upon a monopolist, ഒരു മൊണോപ്പൊളിസ്റ്റിൻ്റെ മേലെ ഒരു പ്രോഫിറ്റ് ടാക്സ് ഇമ്പോസ് ചെയ്യുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിസിഷനെ ഒരു തരത്തിലും ബാധിക്കുന്നില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രോഫിറ്റ് കുറയാനത് കാരണമാകുന്നു. നെക്സ്റ്റ് നമുക്കൊരു സെയിൽസ് ടാക്സ് ഇമ്പോസ് ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത് നോക്കാം. സപ്പോസ് ഒരു സെയിൽസ് ടാക്സ് ആണ് ഇമ്പോസ് ചെയ്യപ്പെടുന്നതെങ്കിൽ സെയിൽസ് ടാക്സ് ദാറ്റ് ഈസ് it is either based on quantity sold or the value of sales ആണ്. എനിവേ അത് ക്വാണ്ടിറ്റിയുടെ മേലെയാണ് വരുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് എ പ്രൊപ്പോർഷനേറ്റ് ടാക്സ് ആയിരിക്കും, ക്വാണ്ടിറ്റിക്ക് ആനുപാതികമായിട്ടാണ് ആ ടാക്സ് ചുമത്തപ്പെടുന്നത്. അപ്പോൾ ക്വാണ്ടിറ്റി കൂടുതലോ കുറവോ ആവുന്നതിനനുസരിച്ചിട്ട് സെയിൽസ് ടാക്സിൻ്റെ മേലെയും വ്യത്യാസം വരും. So imposition of a sales tax will
surely it will reduce the profit of the monopolist, and in order to avoid that loss, he will increases his price, or sometimes he reduces his quantity. അതായത് ഒരു സെയിൽസ് ടാക്സ് ഇമ്പോസ് ചെയ്യുന്നത് ക്വാണ്ടിറ്റിയുടെ മേലെ ആയതുകൊണ്ട് തന്നെ ക്വാണ്ടിറ്റി കുറച്ചിട്ട് ടാക്സ് കുറക്കാനുള്ള രീതികൾ ചിലപ്പം ഒരു മോണോപ്പൊളിസ്റ്റ് സ്വീകരിച്ചെന്ന് വരാം. അതുപോലെ കൂടുതൽ ടാക്സ് ക്വാണ്ടിറ്റിയുടെ മേലെ വരുന്നത് കൊണ്ട് ആ ടാക്സ് നിന്നുള്ള ഒരു നഷ്ടം നികത്തുന്നതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രൈസ് കൂട്ടിയെന്നും വരാം. ഇപ്പോൾ ഈ തരത്തിലുള്ള രണ്ട് ചേഞ്ചുകൾ ചിലപ്പോൾ ഒരു സെയിൽസ് ടാക്സ് ഇമ്പോസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നുണ്ട്. സോ വി ക്യാൻ റൈറ്റ് ദി പ്രോഫിറ്റ് ഫങ്ഷൻ ഓഫ് ദ മോണോപ്പൊളിസ്റ്റ് in case of a imposition of a sales tax can be written as pi is equal to R of Q minus C of Q minus alpha Q. ആൽഫ എന്ന് പറയുന്നത് ആ ഒരു പ്രൊപ്പോർഷനേറ്റ് ആയിരിക്കും, എത്ര പ്രൊപ്പോർഷൻ വെച്ചിട്ടാണ് ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് മാറുന്നതെന്നുള്ളത്. സപ്പോസ് നമുക്കിവിടെ വേണമെങ്കിൽ ആൽഫ ഈസ് ഈക്വൽ ടു 8 rupees ആണ് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു കേസിൽ വേണമെങ്കിൽ നമുക്ക് അസ്യൂം ചെയ്യാം. അപ്പോൾ ഈ ഒരു ഡെറിവേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ആ നോർമൽ കേസസ് ഒന്നുകൂടെ പറയാം. സപ്പോസ് ടാക്സ് ഒന്നും ഇല്ലാത്ത ഒരവസ്ഥയിൽ മോണോപ്പൊളിസ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ പ്രോഫിറ്റ് 350 രൂപയായിരുന്നു, അദ്ദേഹത്തിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 10 രൂപയായിരുന്നു, അദ്ദേഹത്തിൻ്റെ പ്രൈസ് 60 rupees ആയിരുന്നു. അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ ഈ ഒരു സെയിൽസ് ടാക്സ് ഇമ്പോസ് ചെയ്യുമ്പോൾ എന്താണ് ചേഞ്ച് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഓർഡർ കണ്ടീഷൻ ഇൻ ദി കേസ് ഓഫ് ദി ഇമ്പോസിഷൻ ഓഫ് സെയിൽസ് ടാക്സ് അഗെയിൻ ദ സെയിം, ദാറ്റ് ഈസ് dpi by dq is equal to 0. ഫസ്റ്റ് ഓർഡർ കണ്ടീഷൻ 0 ആണ്. സെക്കൻഡ് ഓർഡർ കണ്ടീഷൻ d square pi by dq square is less than 0 എന്നായിരിക്കും. then this is written as r dash q minus c dash q minus differentiate with alpha q with respect to q ആണ്. സോ അവിടെ ആൽഫ ഉള്ളൊരു കേസ് കൂടെ വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു 0. സെക്കൻഡ് ഓർഡർ കണ്ടീഷൻ ആർ ഡബിൾ ഡാഷ് ക്യൂ മൈനസ് സി ഡബിൾ ഡാഷ് ക്യൂ ലെസ് ദാൻ 0 ആയിരിക്കും. അതായത് ഹിയർ ദി സെക്കൻഡ് ഓർഡർ കണ്ടീഷൻ ഈസ് ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് എം ആർ ലെസ് ദാൻ സ്ലോപ്പ് ഓഫ് എം സി ആണ്. ബട്ട് ഇൻ ദി കേസ് ഓഫ് ദി ഇമ്പോസിഷൻ ഓഫ് സെയിൽ ടാക്സ് ദി മോണോപ്പൊളിസ്റ്റ് ഇക്വേറ്റ് ഹിസ് എം ആർ ഈക്വൽ ടു എം സി പ്ലസ് ദി ടാക്സ് പ്രൊപ്പോർഷൻ. അതായത് എം ആറും എം സിയും ഇക്വേറ്റ് ചെയ്യുമ്പോൾ എം സിയിൽ, അതായത് ആ മാർജിൻ കോസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു സെയിൽ ടാക്സിൻ്റെ പ്രൊപ്പോർഷൻ കൂടെ അദ്ദേഹം ചേർക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടാക്സിൻ്റെ പ്രൊപ്പോർഷനും കൂടി വരുന്ന ചിലവിനേക്കാളും അധികരിച്ചുള്ള ഒരു പ്രൈസ് ചിലപ്പോൾ ഇയാൾ പ്രോഫിറ്റ് കൂടുതൽ ഉണ്ടാക്കണമെങ്കിൽ ചാർജ് ചെയ്യാന്നുള്ളൊരു കേസ് ഈ ഒരു സെയിൽസ് ടാക്സിൻ്റെ ഇമ്പോസിഷനിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ സപ്പോസ് വി ക്യാൻ ഡിറൈവ് ദ സെയിം എന്താ പറയുക profit of the monopolist in the situation of a sales tax with the same example. നേരത്തെ സെയിം എക്സാമ്പിൾ തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ സപ്പോസ് പ്രൈസ് ഈസ് ഈക്വൽ ടു 100 minus 4q, then cost is equal to 50 plus 20q, and here already പറഞ്ഞു ആൽഫ എന്ന് പറഞ്ഞാൽ ടാക്സ് പ്രൊപ്പോർഷൻ ഈസ് ഈക്വൽ ടു 8 rupees ആണെങ്കിൽ വി ക്യാൻ കമ്പൈൻ ദി profit function in the case of a sales tax imposition is equal to 100q minus 4q square, that is the revenue part. റവന്യൂ കിട്ടുന്നത് പ്രൈസിനെ ക്വാണ്ടിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ്. അപ്പോൾ 100 minus 4qനെ നമ്മൾ q കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ഈ ഒരു റവന്യൂ പാർട്ട് വരുന്നത്. റവന്യൂ മൈനസ് കോസ്റ്റ് minus 50 minus 20q, and we have also reduced the ടാക്സ് പ്രൊപ്പോർഷൻ. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആൽഫ ക്യൂ എന്നുള്ളതാണ്, ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ടാണ് ആ പ്രൊപ്പോർഷൻ കൂടുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 8q. ദെൻ ഫസ്റ്റ് ഓർഡർ കണ്ടീഷൻ dpi by dq ഈക്വൽ ടു 0. ഡിഫറൻഷിയേറ്റ് ദി എൻറ്റയർ ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു q ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 100 മൈനസ് 8q. 50 അവിടെ വാനിഷായി പോവും. ദെൻ നെക്സ്റ്റ് വരുന്നത് 20 മൈനസ് 8 ഈക്വൽ ടു 0 എന്ന് വരും. അപ്പോൾ ഇവിടെ നമ്മളിതിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ
100 മൈനസ് 28 എന്നുള്ള രീതിയിലാണിത് വരുന്നത്. 100 മൈനസ് 28 എന്ന് പറയുമ്പോൾ ഇവിടെ 72 വരും. 72 മൈനസ് 8q ഈസ് ഈക്വൽ ടു 0. സപ്പോസ് നമ്മളിതിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 72 ഈസ് ഈക്വൽ ടു 8q. സോ q ഈസ് ഈക്വൽ ടു 72 ഡിവൈഡ് ബൈ 8, ദാറ്റ് ഈസ് ഈക്വൽ ടു 9 വരും. ഇപ്പോൾ ഇവിടെ നമുക്ക് ക്വാണ്ടിറ്റി കിട്ടിയിട്ടുണ്ട്. ക്വാണ്ടിറ്റി ഈസ് ഈക്വൽ ടു 9 എന്നാണ് കിട്ടിയിരിക്കുന്നത്. യു ക്യാൻ ഓൾസോ ഫൈൻഡ് ദ സെക്കൻഡ് ഓർഡർ കണ്ടീഷൻ d സ്ക്വയർ പൈ ബൈ dq സ്ക്വയർ. ഇത് ലെസ് ദാൻ 0 കിട്ടണം, എന്നാലാണ് അവിടെ മാക്സിമം മാക്സിമം പ്രോഫിറ്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇനി കണ്ടിരിക്കുന്ന ഫംഗ്ഷൻ നമ്മൾ ഒന്നുകൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. -8 കിട്ടും, ദാറ്റ് ഈസ് ഈക്വൽ ടു ലെസ് ദാൻ 0. സോ സെക്കൻഡ് ഓർഡർ കണ്ടീഷൻ ഈസ് ആൾസോ സാറ്റിസ്ഫൈഡ്. സോ ഹിയർ in the case of the imposition of a sales tax, his quantity is equal to 9 ആണ്. So we can also find the price. Price is equal to 100 minus 4q ആണ്. അപ്പോൾ ഇവിടെ 100 മൈനസ് 4 ഇൻറ്റു q വരും. ഇവിടെ q is equal to 9 ആണ്. അപ്പോൾ അത് വരുന്നത് 32 വരും. 36 വരുന്നത്, 36 ആയിരിക്കും നമ്മുടെ ആൻസർ വരുന്നത്. 100 മൈനസ് 36, then that is equal to 64 is the answer. So price is equal to 64 and quantity is equal to 9. Then we can find the profit. Profit നമ്മൾ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ തന്നിരിക്കുന്ന ഇക്വേഷനിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 100 into 9 minus 4 into 9 square minus 50 minus 20 into 9 minus 8q. The answer is equal to 274 is the answer. So നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് by imposing a sales tax upon the monopolist, his profit reduced from 350 274 രൂപയായിട്ട് പ്രോഫിറ്റ് കുറഞ്ഞിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈം ഹിസ് പ്രൈസ് ആൾസോ പ്രൈസ് ഇൻക്രീസ് ചെയ്യാണ് ചെയ്തത്. 60 നിന്ന് 64 പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്തു. ക്വാണ്ടിറ്റി അദ്ദേഹം കുറക്കുകയും ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു കേസിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത് 2 types of taxes and their impact upon monopoly price and quantity decision ആണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് കേസ് ഒരു പ്രോഫിറ്റ് ടാക്സ് ഇമ്പോസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ റെഡ്യൂസ് ദി പ്രോഫിറ്റ് ഓഫ് ദ മൊണോപ്പൊളിസ്റ്റ്, ബട്ട് ഹിസ് പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി റിമെയിൻ ദ സെയിം ആയിരിക്കും. ബട്ട് ഒരു സെയിൽസ് ടാക്സ് ആണ് ഇമ്പോസ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് വിൽ റെഡ്യൂസ് ദ പ്രോഫിറ്റ് ആൻഡ് as a result of that particular loss, the monopolist increases his price and reduces his quantity. So it will surely alter the price and quantity decision of the monopolist. Thank you.